സിനിമ കണ്ടിറങ്ങി എല്ലാവരോടും സിനിമയെ പറ്റി ചോദിക്കുമ്പോൾ എല്ലാവരും രജിഷയുടെ പേര് പ്രത്യേകം എടുത്ത് പറയുന്നു. ഇപ്പം സിനിമ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പടം ഇറങ്ങുന്നതിന് മുൻപും രജിഷയുടെ പേര് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഈ ട്രോൾസ് അല്ലെങ്കിൽ മീൻസ് ഒക്കെ വരുമ്പോ പോലും പടം ഇറങ്ങട്ടെ, പടം ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം മാറ്റി പറയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് അന്നേരം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അത് സിനിമയിലുള്ള കോൺഫിഡൻസ് ആണ്, അല്ലാതെ എനിക്ക് എന്റെ മറ്റേ അങ്ങനത്തെ പരിപാടിയല്ല. അത് സിനിമയിൽ, കാരണം നമുക്കറിയാലോ നമ്മളിത് എന്തിനാ ചെയ്തത്, സിനിമയ്ക്ക് ഇതിന്റെ ആവശ്യം എങ്ങനെയാണ് ഏതാണെന്ന് എനിക്കറിയാലോ. ഞാൻ അതിന് മുന്നേ എന്ത് പറഞ്ഞാലും പോയിന്റ്ലെസ് ആണ്. അത് പിന്നെ വ്യാഖ്യാനിക്കപ്പെടും, അതിൽ കുറെ സാധനം വരും, പിന്നെ അതിൽ വരും, പിന്നെ എന്തിനാ അങ്ങനെ. എപ്പോഴെങ്കിലും ആ ട്രോൾസ് അല്ലെങ്കിൽ മീൻസ് കാണുമ്പോൾ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ തോന്നിയിട്ടില്ല. കാരണം എനിക്കറിയാം ഇപ്പൊ 27 വളരെ പെട്ടെന്ന് സിനിമ വരുമെന്ന് അറിയാമായിരുന്നു. ഇനിയിപ്പൊ ഞാൻ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഇനിയിപ്പം പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ആളുകൾ ഏറ്റെടുത്ത് അത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മള് സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചാണല്ലോ ഓരോരോ സിനിമയും നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് സ്വീകരിക്കപ്പെടുമ്പോഴാണ് ഇതിന്റെ ഒരു പരിസമാപ്തി ഭയങ്കര നന്നായിട്ട് പോകുന്നത്. ഇതിനാണ് നമ്മൾ എവറി ഡേ, ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും നമ്മൾ ഈ ജോലിക്ക് ഇറങ്ങി തിരിച്ച് പണിയെടുക്കുന്നത് അൾട്ടിമേറ്റ്ലി ഓഡിയൻസിന് നമ്മൾ ചെയ്യുന്ന സിനിമ ഇഷ്ടമാവണം എന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് പ്രൈമറി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിൽ വരുന്ന ബാക്കി പണമാണെങ്കിലും ഫെയിം ആണെങ്കിലും നമ്മളുടെ എന്തൊക്കെയാണെങ്കിലും. പ്രൈമറി എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ പ്രേക്ഷകൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കപ്പെടുന്ന മൊമെന്റ് ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എക്സ്ട്രസ് കിട്ടുന്നുണ്ടായി.